ഹായ് ഫ്രണ്ട്സ്, ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വാൻഡ ഓർക്കിഡ്സിൻ്റെ ഒരു വീഡിയോ ആണ്. വാൻഡ ഓർക്കിഡ്സിൻ്റെ ഒത്തിരി നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്, പുതിയ പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളുമെല്ലാം നമുക്കിന്ന് പരിചയപ്പെടാം. ഏതാണ്ട് 20ഓളം കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കളർ സെലക്ഷന് എളുപ്പമായിരിക്കും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇതിൽ നിന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കും ആദ്യം അപ്ഡേറ്റുകൾ കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സമയമുള്ള പോലെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളർ സെലക്ഷൻ കുറച്ചുകൂടെ ചോയ്സ് കിട്ടാൻ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആൾക്കാർ നിറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം അപ്ഡേറ്റ് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ അതിനകത്താണല്ലോ ഓർഡേഴ്സ് വരിക. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പം സമയമുള്ളതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി ജോയിൻ ചെയ്താൽ ചോയ്സുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇപ്രാവശ്യം മിനിയേച്ചറും എന്താ പറയുക, വലിയ ഫ്ലവേഴ്സും എല്ലാം നല്ല ഡാർക്ക് കളേഴ്സും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഉള്ള കളക്ഷനാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല രസമാണ് എല്ലാ ഫ്ലവേഴ്സും കാണാനായിട്ട്. നിങ്ങൾക്ക് കളേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും, നല്ല രസമാണ്. പിന്നെ വാൻഡ ഓർക്കിഡ്സ് വളർത്താൻ ഭയങ്കര ഈസിയാണല്ലോ. വാൻഡയുടെ പൂക്കൾ കാണാനും നല്ല രസമാണ്, വളർത്താനും വളരെ ഈസിയാണ്. നമ്മൾ പോട്ട് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, വെറുതെ ഇതേപോലെ ഈ ഹാങ്ങർ ഉൾപ്പെടെയാണ് തരുന്നത്. അപ്പോൾ വെറുതെ ഹാങ് ചെയ്തിട്ടാൽ മതി. അല്ലാതെ പോട്ട് ചെയ്യുന്നവരും ഉണ്ട്, മൺചട്ടിയിലൊക്കെ കരിയൊക്കെ ഇട്ടിട്ട് പോട്ട് ചെയ്യുന്നവരും ഉണ്ട്. എന്നാലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ വളർന്ന് കിട്ടും, നന്നായിട്ട് പൂക്കളും കിട്ടും കേട്ടോ. ചില വെറൈറ്റീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ വരുന്നത്. ഇപ്പം നമുക്ക് പൂക്കളുള്ള പ്ലാന്റ്സ് വളരെ കുറവാണ്. ഇതൊക്കെ ഇവിടെ നിന്നിപ്പോൾ ബഡായി വരുന്ന പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. ബ്ലിറ്റ്സ് ഹർത്രോബ് എന്നുള്ള ഒരു വെറൈറ്റിയാണ്, ഒരു വയലറ്റ് അല്ല പിങ്ക് കളർ. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് ഫെർട്ടിലൈസറും കാര്യങ്ങളും കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ കിട്ടുകയും ചെയ്യും കേട്ടോ. ഒത്തിരി പേർക്ക് ഡൗട്ടാണ് വാൻഡ ഓർക്കിഡ്സ് എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ വളർത്തുമ്പോൾ ഇതുപോലെ ഹാങ് ചെയ്ത് തന്നെ ഇടാം. അതിനുശേഷം നമ്മൾ സാധാ ഡെൻഡ്രോബിയോ എന്താ പറയുക ഫലനോപ്സിനൊക്കെ കൊടുക്കുന്ന വളങ്ങൾ 30-10-10 ഗ്രോത്തിന് അല്ലെങ്കിൽ 19-19 നമ്മളിപ്പം കൊടുക്കുന്നത് ഇവിടെ നഴ്സറിയിലെല്ലാം കൊടുക്കുന്നത് വന്നിട്ട് ബാസ്ഫോളിയാറിൻ്റെ വളങ്ങളാണ്. കോംബോ എക്സ്പെർട്ടിൻ്റെ 19-19 പിന്നെ 040-37 ബ്ലൂമിന് 040-37 കൊടുക്കുന്നത്. നല്ല റിസൾട്ടുള്ള വളങ്ങളാണ്. പുതിയ ഷൂട്ട് വരാനും വേര് വരാനും ഒക്കെ, വേരൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടാനൊക്കെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഗോൾഡ് എന്നുള്ള ബാസ്ഫോളിയറിൻ്റെ ബ്ലാക്ക് ഗോൾഡ് വളരെ സൂപ്പറായിട്ടുള്ള വളമാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് വേരുകൾ പൊട്ടി വരാനായിട്ട് നല്ല റിസൾട്ടാണ്. അതായത് ഇതൊക്കെ കണ്ടോ, പുതിയ വേരുകൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഭയങ്കര റിസൾട്ടാണ്. ഇതൊക്കെ നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുത്തതിൻ്റെ റിസൾട്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ കുറച്ച് ഒരു 1.5 മാസത്തിന് മുന്നേ വന്ന പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഇതാണ്, ഇതിനകത്ത് കണ്ടോ ഫുള്ള് പുതിയ റൂട്ട്സ് ഇങ്ങനെ പൊട്ടി വരുവാണ്. അപ്പോൾ അത് നല്ല റിസൾട്ടുള്ള വളങ്ങളാണ്. അപ്പോൾ അത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വേറെയാണ് വളങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. കറക്റ്റായിട്ട് ആഴ്ചയിൽ 2 ദിവസം ഇത് ഫെർട്ടിലൈസർ കൊടുക്കാൻ നോക്കുക. പ്ലസ് നമ്മുടെ എന്താ പറയുക മൈക്രോ ന്യൂട്രിയൻസ്, കാൽസ്യം നൈട്രേറ്റ്, എപ്സം സോൾട്ട് അതെല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ. പിന്നെ ഫംഗിസൈഡും കൊടുക്കുക. അപ്പം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും. ഇതിൻ്റെ ഇങ്ങനെ തൂങ്ങി കിടക്കണ നല്ല രസമല്ലേ, അതിൻ്റെ വേരൊക്കെ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്കിപ്പം വാൻഡ ഓർക്കിഡ്സ് പല റേഞ്ചിലാണ് ഉള്ളത്. എന്നാലും കൂടിയതും ഒറ്റ റേഞ്ച് തന്നെയാണ്. ചില വെറൈറ്റീസ് മാത്രം കണ്ടിന്യൂസ് ബ്ലൂമറായിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 850, 900, 850, 900 റേഞ്ചാണ് ആ പ്ലാന്റ്സിന് വരുന്നത്. എപ്പോഴും ബ്ലൂം ചെയ്യുന്ന ടൈപ്പിലുള്ള കുറച്ച് വെറൈറ്റി വ്യത്യാസമുള്ള വെറൈറ്റീസ്. ബാക്കി എല്ലാ വെറൈറ്റീസും 775 രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സിനെല്ലാം 785 രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിനാണ് കേട്ടോ. അതേസമയം നിങ്ങൾ 5 പ്ലാന്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക സൂപ്പറായിട്ടുള്ള ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് 750 രൂപയ്ക്ക്, വാൻഡ ഓർക്കിഡ്സ് 750 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 750 രൂപ ഇപ്പം മാർക്കറ്റ് ഒത്തിരി റേറ്റ് വ്യത്യാസം വരുന്ന പ്ലാന്റ്സാണ് വാൻഡേഴ്സ്. അപ്പോൾ 750 നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു റേറ്റാണ് വാൻഡ ഓർക്കിഡ്സിനെ സംബന്ധിച്ച്. അപ്പോൾ അത് മാക്സിമം മേടിക്കാൻ നോക്കുക. വാൻഡ ഓർക്കിഡ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്.
പ്ലാൻസ് കണ്ട് ഇഷ്ടമായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. ഡീറ്റെയിൽസും കളേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് ഇട്ട് തരുന്നതാണ്. ആവശ്യമുള്ളവർ മാത്രം ദയവായിട്ട് മെസ്സേജ് ചെയ്യുക. അനാവശ്യമായിട്ട് വന്ന് മെസ്സേജ് ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലും റിപ്ലൈ, ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് ദയവായിട്ട് മനസ്സിലാക്കുക. വെറുതെ വന്ന് ടൈം പാസിന് വേണ്ടിയിട്ട് ആരും വാട്സാപ്പിൽ വന്ന് മെസ്സേജ് ഇടരുത്. ഈ ചെടികൾക്ക് ആവശ്യമുള്ള ഫെർട്ടിലൈസർ, കൊക്കോ ചിപ്സ്, കരി എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മേടിക്കാവുന്നതാണ്. നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയക്കുന്നുണ്ട്. DTDC വഴി, സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് താരതമ്യേന റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ DTDCനേക്കാളും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ഈ കമ്പിയും കാര്യങ്ങളും എല്ലാം ബോക്സ് ഉൾപ്പെടെ വേണ്ട ഈ പോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊറിയർ ചാർജിൽ വ്യത്യാസം വരും. പ്ലാൻസ് എടുക്കുന്ന അനുസരിച്ച് കൊറിയർ ചാർജിൽ വ്യത്യാസം വരും കേട്ടോ. ഈ സുന്ദരിമാരായ വാൻഡ ഓർക്കിഡ്സിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ദയവായിട്ട് നമ്മുടെ ചാനലിൻ്റെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളിടുന്ന അപ്ഡേറ്റ്സ് ഒന്നും വീഡിയോസ് ഒന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് കറക്റ്റ് എത്തുന്നില്ല. എന്താണെന്നറിയില്ല, അത് ഭയങ്കര റീച്ച് കുറവായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് മാത്രം ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്തിടുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അത് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെയിൽ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.